ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 13 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് പേഴ്സണൽ ട്രെയിനിങ് വർക്കിൻ്റെ ഇടയിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ എല്ലാം ഈവനിങ് ടൈമിലാണ് വർക്കൗട്ട് സാധാരണ ചെയ്യാറുള്ളത്. മോർണിംഗ് ടൈം തൊട്ടേ ചെയ്ത് തുടങ്ങിയാൽ നല്ലതാണ്. ബട്ട് ടൈം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈവനിങ് ആണ് എപ്പോഴും ചെയ്യുന്നത്. ഈവനിങ് ചെയ്താൽ ഈവനിങ് ഫുള്ള് പേഴ്സണൽ ട്രെയിനിങ് വർക്കൊക്കെ ഉള്ള ടൈമാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ ടൈമിലാണ് ചെയ്യുന്നത്. ഇത്തിരി പാടാണ് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് കഴിഞ്ഞ് ദെൻ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിക്കുന്ന ഒരു 6 ഇയർ ഓൾഡ് പയ്യനാണ്. അപ്പോൾ ആൾക്ക് തലകുത്തനെ നിൽക്കണമെന്ന് നിർബന്ധം. സോ എന്നെ തലകുത്തനെ നിർത്തിച്ച് എന്തായാലും തലകുത്തി നിന്ന് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾ ഇത് കണക്ക് ട്രൈ ചെയ്യുകയും ചെയ്ത്. ആളെ ഇത് കണക്ക് പല അഭ്യാസങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടേതായ അഭ്യാസങ്ങൾ കുറേ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് സെറ്റ് പുള്ളപ്സ് ആണ്. സെക്കൻഡ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ഫിനിഷ് ചെയ്ത് അങ്ങനെ അടുത്ത നമ്മുടെ തേർഡ് സെറ്റ് പുള്ളപ്സ് നമ്മൾ അവിടെ തന്നെ ചെയ്ത്. തേർഡ് സെറ്റ് പുള്ളപ്സ് അതെല്ലാം നമ്മൾ ഇത് കണക്ക് തന്നെ 20 കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ 20ക്ക് മേളിൽ പോകുന്നുണ്ട്. 23 ഒക്കെ ചെയ്യുന്നുണ്ട്. 23 അത് പതുക്കെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. അതൊന്നും നമ്മൾ കൗണ്ടിൽ കൂട്ടത്തില്ല. 20യുടെ സെറ്റായിട്ട് നമ്മൾ കൂട്ടുന്നത്. 3 സെറ്റ് കംപ്ലീറ്റ് ആക്കിയാണ്. ലാസ്റ്റ് നമ്മളെ റിസൾട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഫോർത്ത് സെറ്റാണ്. ഫോർത്ത് സെറ്റ് പുള്ളപ്സ് നമ്മൾ അങ്ങനെ ചെയ്തു. ഫോർത്ത് സെറ്റ് പുള്ളപ്സ് എല്ലാം സ്പീഡ് തന്നെയാണ് ഓടിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ 80 പുള്ളപ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. കുറേ കൂട്ടുകാർ എന്നോട് ചോദിച്ച് ബ്രോ ഡയറ്റ് പ്ലാനും കൂടി ഇതിനകത്തൊന്ന് ആഡ് ചെയ്യാൻ. അത് ആക്ച്വലി ഇപ്പം അതിൻ്റെ ഒരു എഡിറ്റിംഗ് ഒക്കെ ഞാൻ പണി പഠിക്കുന്നേ ഉള്ളൂ. അത് തന്നെ ഇതുകൊണ്ടാണ് ഇപ്പോഴും വീഡിയോ തന്നെ ലേറ്റായി ഇടുന്നത്. ഇതിപ്പോൾ 13th ഡേയിൽ ഞാൻ ഇന്നിപ്പോൾ ആക്ച്വലി ഇത് കുറച്ച് ദിവസമായി. അപ്പോൾ അത് താമസിച്ചിടുന്നത് തന്നെ അതുകൊണ്ടാണ്. അപ്പം എനിക്ക് എഡിറ്റിംഗ് ഇത്തിരി സീനാണ്, ക്ഷമിക്കുക. ദെൻ നമ്മൾ ഇതിൻ്റെ ഡയറ്റ് പ്ലാൻ ആഡ് ചെയ്യാം. ഇപ്പോൾ 200 പുഷപ്സ് കംപ്ലീറ്റ്. ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ് ലാസ്റ്റ് സെറ്റ്. അപ്പം ഡയറ്റ് പ്ലാൻ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ഒരു ഇത്തിരി കൂടി സമയം തരാം. ഞാൻ ഇത്തിരി ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നതും എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. പുള്ളപ്സ് കംപ്ലീറ്റ് ആയി. ദെൻ നമ്മളെ നെക്സ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. തേർഡ് സെറ്റ്. ഓ 3 സെറ്റ് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. അത്യാവശ്യം ടയർഡാണ്. ഇനി 2 മോർ സെറ്റും ഉണ്ട്. 1000 പഞ്ചസും ഉണ്ട്. 1000 പഞ്ചസ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളത് ഇത്തിരി സീനാണ്. അതുകൊണ്ട് നമ്മളത് പഞ്ചിൻ്റെ പവർ പഞ്ചിൻ്റെ സൗണ്ടൊക്കെ ഇത്തിരി കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിലും നമ്മൾ അതിന് ബോക്സിങ് 1000 പഞ്ചസ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. ഫുള്ള് ഹാർഡ് ഹിറ്റ് അല്ല ഉദ്ദേശിച്ചത്. ബട്ട് അത് പതുക്കെ നമ്മൾ സെറ്റാവും. അത് നമ്മുടെ ഡേയ്സ് ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് നമ്മുടെ പവറിൻ്റെ വെയിറ്റ്, പഞ്ചിൻ്റെ വെയിറ്റും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ബട്ട് ഇപ്പോൾ നമ്മൾ ഇത് കണക്കൊരു ചെറിയ വലിയ പവറില്ലാതെ ഇടിക്കലാണ്. ബാക്കിൽ പിള്ളേരൊക്കെ കുറേ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഫുൾ ബോഡി വെയിറ്റ് വർക്കൗട്ടുകളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് നമ്മൾ ചെയ്യുമ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ ഡയറ്റ് പ്ലാനിൻ്റെ കാര്യത്തിൽ നമ്മളത് ഉടനെ തന്നെ ഒരു 1 വീക്ക് അതിനുള്ളിൽ നമുക്കത് സെറ്റ് ചെയ്ത് തുടങ്ങാം. കാരണം അത് വീഡിയോ എഡിറ്റിങ് അതെല്ലാം മെനക്കേട് ഓർത്തിട്ടാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വർക്ക് ചെയ്യുക, ജോലിയുടെ ഇടയിലാണ് ഈ വർക്കൗട്ട് ചലഞ്ച് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാണ്.
നമ്മൾ ചലഞ്ച് എടുത്ത് അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. സോ വർക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വർക്ക് അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാം കൂടി ചെയ്ത് അന്നന്ന് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് നമ്മുടെ പഞ്ചസിലായാലും നമ്മുടെ പുഷപ്സിലായാലും നമ്മുടെ പുള്ളപ്സിലായാലും ഇതിനകത്തൊന്നും ഒരു ഉടായ്പും ഇല്ല. എല്ലാം എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചലഞ്ച് എടുത്തത്. സോ എനിക്ക് വേണ്ടി തന്നെ ഞാനത് ഫിനിഷ് ചെയ്യുകയും ചെയ്യും. അത് ആരും പേടിക്കണ്ട. ഞാൻ കൗണ്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്നൊന്നും ചിന്തിക്കണ്ട. ഇതെനിക്ക് വേണ്ടി എടുത്ത ചലഞ്ചാണ്. സോ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതാണ് ഒരു സ്പോർട്സ് പേഴ്സൺ. അതിനകത്ത് ഉടായ്പൊന്നുമില്ല. അപ്പോൾ പഞ്ചസ് എല്ലാം നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെ ഓടിച്ചു വിട്ട് ചെയ്യേണ്ടി വന്നു. വീഡിയോ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര ഒരു മീഡിയം സ്പീഡിൽ ഓടിച്ചത്. പഞ്ചസ് ചെയ്യുന്നത് കാണാൻ സൗണ്ട് ഇല്ലെങ്കിൽ ഒരു ഗുമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല ടൈം കുറേ ആവുമല്ലോ. ഞാൻ പഞ്ച് ചെയ്യുന്നത് എങ്ങനെയായാലും 1000 പഞ്ചസ് ചെയ്യുന്നത് 10 മിനിറ്റ്സിനകത്താണ് പഞ്ച് ചെയ്യുന്നത്. പഞ്ച് ചെയ്യുന്നതിന് മാത്രം 10 മിനിറ്റ്സ് വേണം. സോ അതുകൊണ്ട് നമ്മളെല്ലാം സ്പീഡ് ആണ് ഇടുന്നത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇതിനകത്ത് പഞ്ച് ചെയ്യുന്നത് നോർമലി തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് സ്പീഡ് കുറച്ചിട്ട് കാണാം. പക്ഷെ അതാകുമ്പോൾ ഒരു ടോട്ടൽ ഒരു 15 മിനിറ്റോളം എന്തായാലും വീഡിയോ ഉണ്ടാവും. അതാണ് അതിപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുന്ന ഓർത്ത് നമ്മൾ ഒരു സ്പീഡ് തന്നെ ഓടിക്കുന്നത്. നമ്മുടെ അങ്ങനെ 1000 പഞ്ച് ആവുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് സൗണ്ട് ഇടാന്ന് കരുതി. അതുവരെ വോയിസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണമാണ്. എന്നിരുന്നാലും നമ്മളങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറച്ച് സൗണ്ട് ഇട്ട് അതെങ്കിലും ആ സൗണ്ട് കേൾക്കുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം ശരിക്കും. എന്തായാലും 1000 പഞ്ച് ഫിനിഷ് ആയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുഷപ്സ് ഇനി ചെയ്യാനുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാം, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. നമ്മുടെ 4th സെറ്റ് പുഷപ്സ് ആണ്. അങ്ങനെ 4th സെറ്റ് പുഷപ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡെയിലി ഉള്ള ഒരു മോട്ടിവേഷൻ എന്തായാലും ആഡ് ചെയ്യണമെന്ന് എല്ലാവരുടെ അഭിപ്രായമായിരുന്നു. മോട്ടിവേഷൻ അത് ശരിക്കും മോട്ടിവേഷനാണ് എല്ലാവർക്കും ഒരു എനർജി കിട്ടുന്നത്. ബട്ട് മോട്ടിവേഷൻ ഈ പറയുന്ന കണക്ക് തീയാണ്. തീ കത്തി അണയും. പക്ഷേ
കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നതാണ്. വർക്കൗട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യണം. എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളങ്ങ് ചെയ്യുക. അപ്പോൾ അതിനുള്ള പ്രോപ്പർ ഉറപ്പായിട്ടും ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നല്ല കണക്ക് വർക്കൗട്ട് ചെയ്യുക. നമ്മളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് മീൻസ് കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെല്ലാം നമ്മളോട് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരൊക്കെ എന്നോട് പേഴ്സണലി മെസ്സേജ് ഇട്ട് അല്ലാതെയൊക്കെ നമ്മുടെ കൂടെ ചലഞ്ചിൽ എടുത്തേക്കുന്നതാണ്. അപ്പോൾ അവരെല്ലാവരും ഇത് കണക്ക് തന്നെ കുറേ കൺസിസ്റ്റൻസിയാണ് സീൻ. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് അത് ഒരു പ്രോപ്പർ ഒരു 100 days കംപ്ലീറ്റ് ചെയ്ത് അതിനുള്ള ഒരു റിസൾട്ടും പിള്ളേരോട് എല്ലാവരുമായിട്ട് കാണിക്കണം എന്നാണ്. എന്തായാലും ദൈവം സഹായിച്ച് അത് ചെയ്യാൻ പറ്റണം. 100 days നമ്മളെ കംപ്ലീറ്റ് ചെയ്യണം. ഇതുവരെ ബോഡി ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രോപ്പർ സ്ട്രെച്ചിങ് ആയാലും ലൂസിങ്, റെസ്റ്റ്, ഫുഡ് എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 500 പുഷപ്സും കംപ്ലീറ്റ് ആയി. ഇന്ന് കുറച്ച് ടയർഡായിരുന്നു. നമ്മൾ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കി. അതിന് ശേഷം എപ്പോഴത്തെയും പോലെ നമ്മുടെ ചായ